പ്രിയ എഴുത്തുകാരനെ കാണാനായി രാഷ്ട്രീയ പ്രമുഖരടക്കം നിരവധി പേർ ഇപ്പോഴുമുണ്ട് അവിടെ. രാവിലെയോടെയായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസ് അവിടെ എത്തിയത്. മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ നോക്കാം. MT അധികം സംസാരിക്കില്ലെങ്കിലും MTയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു. എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ, മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ, എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ്. ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട്, വില്ലനുമുണ്ട്, നായികയുമുണ്ട്, എല്ലാമുണ്ട്. ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ, മനുഷ്യൻ്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഗവൺമെൻറ് വന്ന സമയത്ത് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ കൂടി ഭാഗമായിട്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്നുള്ള ഒരു പദ്ധതിക്ക് പിന്നീട് രൂപം കൊടുക്കാനായത്. അത് തദ്ദേശ സ്ഥാപനങ്ങളും ടൂറിസം വകുപ്പൊക്കെ ചേർന്നുകൊണ്ട് പഞ്ചായത്തുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ചർച്ചയിൽ ഉയർന്നു വന്നൊരു നിർദ്ദേശമായിരുന്നു. ഇങ്ങനെ വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഒരു എഴുത്തുകാരൻ, സാംസ്കാരിക നായകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. എഴുത്ത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പുതിയ തലമുറയിലെ മാറ്റങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ന്യൂ ജനറേഷനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ നാട്ടിലെ ഓരോ സാമൂഹിക പ്രവർത്തകനും മനുഷ്യനും പല തലത്തിൽ ഒരു കരുത്തായിരുന്നു ബഹുമാന്യനായ MT. ആ കരുത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ കരുത്താണ് നമുക്ക് ഇപ്പോൾ ചോർന്നു പോകുന്ന സ്ഥിതി വന്നിട്ടുള്ളത്.